ഹായ്, ഞാനൊരു സുഖപ്രസവത്തിൻ്റെ വീഡിയോ, ഒരു സുഖപ്രസവം എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പ്രസവിക്കുന്നത് സുഖമുള്ള ഒരു കാര്യമാണെന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ സുഖപ്രസവത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. ഞാൻ 15 വർഷത്തിന് മുമ്പ് പ്രസവിച്ച വ്യക്തിയാണ് കേട്ടോ. അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടെങ്കിൽ അത് സുഖപ്രസവമായിരിക്കും. എൻ്റെ പ്രസവം ഹോസ്പിറ്റലിൽ വെച്ചാണ് നടന്നത്. ആരും തന്നെ വേറെ പ്രസവിക്കാൻ ആരും അന്നേ ദിവസം ഉണ്ടായിരുന്നില്ല. 1, 2, 3 നേഴ്സുമാരും ഒരു ഡോക്ടറും ആണെന്നുണ്ടായത്. എൻ്റെ പൊന്നു, ഞാൻ ഈ അമ്മേനോട് ചോദിച്ച് പ്രസവത്തിന് മുന്നേ, ഇന്നത്തെ പിള്ളേർക്ക് ഇതൊക്കെ അറിയുന്നതാണ്. എൻ്റെ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ അമ്മേനോട് ചോദിച്ചു. എൻ്റെ അമ്മ 3 പ്രസവിച്ചതാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, പ്രസവം അടുക്കാറായപ്പോൾ ഞാൻ ചോദിച്ചു അമ്മേ, കാരണം ഈ 8.5 മാസത്തിൽ ഗർഭിണിയായിട്ടിരുന്ന സമയത്തൊക്കെ ഈ വയറ്റിൽ ഇങ്ങനെ കടന്ന് ഭയങ്കര ബഹളമാണ് തനു. അപ്പോൾ ഇങ്ങനെ വയറിങ്ങനെ മുളച്ച് വരുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഈ അമ്മ ഇത് കണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ട് കാനങ്ങുന്നതാണ്. ഇതിങ്ങനെ മുളച്ച് ഇപ്പുറത്ത് മല പോലെ വരും, ഇപ്പുറത്തുനിന്ന് മുളച്ച് ഇപ്പുറത്ത് കുഴിയായിരിക്കും, ഇപ്പുറത്ത് മലയായിരിക്കും. എനിക്ക് ആകെ പേടി. അപ്പം ഞാൻ വിചാരിക്കും, ഇത് വയറെങ്ങാനും പൊട്ടി പുറത്തോട്ട് വരുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, പ്രസവിക്കുന്ന പോകണ മുമ്പ് അമ്മ എങ്ങനെയാണ് പ്രസവിക്കണേ, എന്തെങ്കിലും എന്തോ പ്രസവിക്കണേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, ഞാൻ പണ്ട് പ്രസവിച്ചതല്ലേ, എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. സത്യം പറയാഞ്ഞതാട്ടോ എന്നോട്. അങ്ങനെ ഇതെന്താ സംഭവം എന്നറിയാതെ പോയി പ്രസവിച്ചത്. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടാവും. എന്താണെന്നറിയാതെ ആദ്യത്തെ പ്രസവം എന്താണെന്നറിയാതെ പ്രസവിച്ച ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ ഞാൻ പ്രസവിച്ച സമയത്ത് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എന്ന് പറയുമോ, ഇപ്പം അത് കാണുമ്പോൾ എനിക്ക് കൊതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ പ്രസവിക്കാൻ കയറുമ്പോൾ അതിനേക്കാളിലും അവരുടെ വേദനയെക്കാളിലും വേദനയോടെ, വിഷമത്തോടെ, സ്നേഹത്തോടെ പുറത്ത് കാത്തു നിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും അമ്മയുടെ വീട്ടുകാരാണെങ്കിലും. എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ മാത്രം, അത് വീഡിയോ കോളിൽ എൻ്റെ ചേച്ചിയും വീഡിയോ കോളിൽ വന്നിരുന്നു. അല്ലാതെ ഒരു മനുഷ്യനും ഞാൻ പ്രസവ സമയത്ത് എൻ്റെ വേദനയിൽ പങ്കുചേരാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സുഖപ്രസവം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കത് ഓർക്കുമ്പോൾ എൻ്റെ കൈയും കാലൊക്കെ എന്താ പറയുക, വല്ലാണ്ടാവണം. സുഖപ്രസവം അപ്പം ഇതാണല്ലേ സുഖപ്രസവം ഞാൻ വിചാരിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ എൻ്റെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എന്നോട് റെഡിയായി ഇരുന്നോളാൻ പറഞ്ഞ്, 2 വശത്ത് മുടിയൊക്കെ പിന്നിയിട്ടിട്ട് റെഡിയായി ഇരുന്നോളാൻ പറഞ്ഞു. വൃത്തിയായി കുളിച്ച് അപ്പം എല്ലാം ഞാൻ റെഡിയാക്കി. ഞാൻ തന്നെ മുടിയെല്ലാം 2 വശത്ത് പിന്നിയിട്ട് കുളിച്ച് സുന്ദരിയായിട്ട് ഞാൻ ഇരിക്കുക. രാവിലെ ഒരു 6 മണിയായപ്പോൾ സിസ്റ്റേഴ്സ് വന്നിട്ട് 2 പേര് വന്നിട്ട് എന്നെ കൊണ്ടുപോയി റൂമിലേക്ക്. അവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ചുകൂടി പെയിൻ വരാൻ വേണ്ടിയിട്ട് ട്രിപ്പിട്ട് പെയിൻ ഇങ്ങനെ പതുക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും ഇങ്ങനെ എന്നോട് പറഞ്ഞ് വയറിങ്ങനെ മുറുകും, അപ്പം പറയണം കേട്ടോ എന്ന് പറഞ്ഞ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ വന്ന് പെയിൻ വരുന്നുണ്ട്, വയറിങ്ങനെ ഇതാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടറാണോ ആരാന്ന് എനിക്കറിയില്ല, ഈ കൈവച്ചുള്ള പരിശോധന അതെനിക്ക് അറിയിപ്പിക്കാൻ വയ്യ. ഒട്ടുമിക്ക ചില പെണ്ണുങ്ങളാരും അങ്ങനെ സമ്മതിക്കാറില്ല. 1 പ്രാവശ്യം പരിശോധിച്ച്, 2 പ്രാവശ്യം പരിശോധിച്ച്, 3 പ്രാവശ്യം. പിന്നെ ഞാൻ അങ്ങനെ പെയിൻ വന്നു കഴിയുമ്പോൾ പറയത്തില്ല. ഇവരിങ്ങനെ അപ്പോൾ പരിശോധിക്കും. ഒരു പ്രാവശ്യം പരിശോധിച്ച് നമുക്ക് അറിയാൻ പാടുണ്ടല്ലോ കുട്ടി എവിടെ നിൽക്കുന്ന അവർക്ക് അറിയാൻ പറ്റും. ഇത് ചുമ്മായിട്ട് അങ്ങ് പരിശോധിക്കുക. ലാസ്റ്റ് ഇതുപോലെ അവരിങ്ങനെ കൈ വെച്ചപ്പോൾ വയറ് മുറുകി വരുന്നുണ്ടല്ലോ, എന്താ പറയാഞ്ഞത്, പെയിൻ വന്നിട്ട് പറയാഞ്ഞെന്താണെന്ന് പറഞ്ഞിട്ട് പരിശോധിക്കാനുണ്ട്. അപ്പം ഞാൻ കിടന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നോക്കട്ടെ എന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞു,
എന്താ എന്താ ചെയ്യുന്നത്, മാറി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഡോക്ടർ കൈ ഒന്നും വെച്ച് പരിശോധിക്കാൻ അവരുടെ പുറത്തുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി അങ്ങനെ പരിശോധിക്കുന്നത് വേണ്ട, അവിടെ അങ്ങോട്ടേക്ക് മാറ്റാൻ എന്നെ പ്രസവ റൂമിൻ്റെ ഉള്ളിലോട്ടേക്ക് എന്നെ അങ്ങോട്ട് മാറ്റി. എൻ്റെ ഡോക്ടർ എന്നെ കൈയിട്ട് പരിശോധിച്ചില്ല, ഒറ്റൊരു പ്രാവശ്യം നോക്കിയിട്ടുണ്ട്, അല്ലാണ്ട് ഡോക്ടർ നോക്കിയിട്ടില്ല. ഇത് വന്നവരും പോകുന്നവരൊക്കെ കൈയിട്ട് പരിശോധന അതേ നമ്മുടെ ജീവൻ പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കറിയില്ല എന്താ സംഭവിക്കണേന്ന്. ഇവർ വന്ന് നിന്നിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ കർത്താവേത് വിളിച്ചു പോണത്. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഞാൻ മരണവെപ്രാളം എടുത്തിട്ടുണ്ട്, മരണവെപ്രാളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴേക്കും ഞാൻ പറ്റുന്നില്ല ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്തോന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വേഗം അമ്മേനെ വിളിച്ചോന്ന് പറഞ്ഞു. വേഗം ഞാൻ പറയുന്ന അമ്മേനെ വിളിക്കാൻ, എനിക്ക് അമ്മേനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മേനെ ഡോക്ടർ വിളിച്ച് അമ്മ എൻ്റെ പുറത്തു കൂടി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല ബാക്കിൽ നിന്നോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ തലയുടെ അവിടെ വന്ന് അമ്മ നിന്നപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു ഇപ്പോൾ നല്ല ഓർമ്മയുണ്ട് അമ്മേ, എനിക്ക് പറ്റത്തില്ല, എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഡോക്ടറിന് പറ്റൂല, കുഞ്ഞ് വന്നിരിക്കുകയാണ്, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുഞ്ഞ് വരുന്ന സമയമായപ്പോൾ അമ്മയോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇനി പൊയ്ക്കോ, അമ്മ ഇനി പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് അമ്മേനെ പുറത്തേക്കിട്ട്. ആ സമയത്ത് എൻ്റെ ചേച്ചി കോളും ചെയ്തായിരുന്നു, വീഡിയോ കോളും ചെയ്തായിരുന്നു. അതിനിടയ്ക്ക് ഡോക്ടറൊക്കെ രണ്ട് മൂന്ന് ചവിട്ടി ഞാൻ. ഡോക്ടർ നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് മുടിയെ കെട്ടി വന്നതാണ്. എൻ്റെ പ്രസവം കഴിഞ്ഞതോടെ ഡോക്ടർ ഈ പിച്ചക്കാരിനെ പോലെയായി സത്യം പറഞ്ഞാൽ. ഞാൻ ചവിട്ടി ഞാൻ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഡോക്ടറുടെ മുടിയൊക്കെ ഇങ്ങനെ വല്ലാണ്ടൊക്കെ ഉഴപ്പിയിരിക്കുന്ന, സാരിയൊക്കെ അഴിഞ്ഞുപോയി വല്ലാതെയായി. അത് അങ്ങനെ ആ ഡോക്ടർ, ഞാൻ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ലൈറ്റെല്ലാം ചവിട്ടി കളഞ്ഞ്. അത്ര നല്ല സുഖപ്രസവമായിരുന്നു എൻ്റെ കാര്യം. പറയണ്ടെന്ന് വിചാരിച്ചതാണ്, എന്നാലും പറയാതിരിക്കണം എന്തിനാന്ന് ഞാൻ വിചാരിച്ചു. എന്നെ രാവിലെ എന്നോട് റെഡി ആയിട്ടിരുന്നിട്ട് 2 നേഴ്സുമാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയില്ലേ, ആ സമയത്ത് ഏകദേശം 6 മണിക്കാണ് എന്നെ കൂട്ടിക്കൊണ്ട്. അപ്പം ഞാൻ പോകുന്ന ആ സമയത്തിൽ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഞാനിങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ അങ്ങേര് ക്യാൻറ്റീനിലേക്ക് പോവാട്ടോ ചായ കുടിക്കാനോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അയാൾക്ക് വിശക്കും. അപ്പോൾ ആദ്യം തന്നെ അയാൾ പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അങ്ങനെ ആദ്യമേ പോയി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്നെ കണ്ടില്ലല്ലോ പോകാൻ നേരത്ത്, എന്നെ വന്ന് നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ താങ്ങി പിടിച്ച് പോണത് കാണാൻ അയാൾക്ക് കഴിയില്ലായിരുന്നു എന്ന്. അങ്ങേർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് ഞാൻ അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ആണ് അങ്ങേര് നീ പോണത് ഞാൻ നോക്കി നിന്നില്ല, ഞാൻ അത് പോയി കളഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ ചായ കുടിക്കാനായിട്ട് പോകുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. ഞാൻ കണ്ടു പുള്ളിക്കാരനെ താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു. പക്ഷെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാനത് ചിരിച്ചുകൊണ്ട് തന്നെ ഫേസ് ചെയ്തത്. കാരണം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമുക്കിപ്പോൾ കുറച്ച് നാൾ നമ്മൾ കൂടെ താമസിക്കുമ്പോൾ നമുക്ക് എന്തായാലും ആളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റത്തില്ലേ. പിന്നെ രണ്ടാമത്തെ ആളെ പ്രസവിച്ച സമയത്ത് പുള്ളിക്കാരൻ ഓറഞ്ചെല്ലാം കഴിച്ച് സുഖമായിട്ട് മൂത്ത ആളെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണമായിരുന്നു. എൻ്റെ അമ്മ വന്ന് കൊട്ടിയിട്ടാണ് പറയണത് അനുപ്രസവിച്ചു, പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോഴും എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങി. എന്നെ ഉച്ചയായപ്പോഴാണ് കൊണ്ടുവന്നത്. അതുവരെ പുള്ളിക്കാരന് എന്തോ ഒരു ഇതുപോലെയായിരുന്നു, എന്തെങ്കിലും കഴിഞ്ഞ് കിട്ടിയാലോ അങ്ങനെ ഒരു സംഭവമായിരുന്നു. ഒരു വലിയ സംഭവമൊന്നുമല്ല. അല്ലെങ്കിൽ ഒന്ന് വന്ന് ആശ്വസിപ്പിക്കുക, പോട്ടേടി എന്തുണ്ട്, വേദനയുണ്ടോ, പോട്ടെ, അങ്ങനെ ഇങ്ങനെ ഒരു ആശ്വാസന വാക്കുകളോ ഒരു സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. അവിടെയൊക്കെ പറയണത് ഞാൻ ഇച്ചിരി പാവപ്പെട്ട കുടുംബത്തിലാണ്. അപ്പം പൈസ ഉള്ള വീട്ടിലെ ആൾക്കാരല്ലായിരുന്നെങ്കിൽ അയാൾ തട്ടി ആശ്വസിപ്പിച്ചാണ്. അത് പിന്നീടാണ് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ബോധം വരുന്നത്.